കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഇനി പ്രാവർത്തികമല്ലെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. നാളെ ബജറ്റ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് സി കൃഷ്ണകുമാർ യുടിവിയോട് പറഞ്ഞത്. രാജ്യത്ത് നിലവിൽ റെയിൽവേക്ക് ആവശ്യമായ കോച്ചുകൾ നിർമ്മിക്കാനുള്ള ഫാക്ടറികൾ നിലവിലുണ്ട്. പാലക്കാട് കോച്ച് ഫാക്ടറിക്കൊപ്പം പ്രഖ്യാപിച്ച 2 കോച്ച് ഫാക്ടറികളും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പാലക്കാട് പ്രഖ്യാപിച്ച കോച്ച് ഫാക്ടറി നഷ്ടപ്പെടാനുള്ള കാരണം ഇരു മുന്നണികളുമാണ്. സമയബന്ധിതമായി സ്ഥലമെടുപ്പ് പൂർത്തിയാക്കി ഫാക്ടറി ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതിരുന്നതിൽ 2 മുന്നണികൾക്കും ഉത്തരവാദിത്തമുണ്ട്. 2014 ഒന്നാം മോദി സർക്കാർ വന്നതിന് ശേഷമാണ് റെയിൽവേക്ക് കോച്ച് ഫാക്ടറിക്ക് ആവശ്യമായ സ്ഥലം കൈമാറുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ റെയിൽവേക്ക് ആവശ്യമായ കോച്ചുകൾ നിർമ്മിക്കാനുള്ള ഫാക്ടറികൾ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇനി പാലക്കാട്ടെ MP ശ്രമിക്കേണ്ടത് കോച്ച് ഫാക്ടറിക്കായി ഏറ്റെടുത്ത സ്ഥലത്ത് പാലക്കാട്ടുകാർക്ക് ജോലി ലഭിക്കേണ്ട രീതിയിൽ പുതിയ സംരംഭങ്ങളോ പുതിയ പദ്ധതികളോ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അല്ലാതെ നഷ്ടപ്പെട്ടുപോയ കോച്ച് ഫാക്ടറിയുടെ പേരിൽ ഇനിയും പറഞ്ഞ് പാലക്കാട്ടുകാരെ പറ്റിക്കാനല്ല MP ശ്രമിക്കേണ്ടതെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. കോച്ച് ഫാക്ടറി എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആവശ്യം ഉന്നയിക്കുന്നത് ഇനി അത് അത്ര പ്രാവർത്തികമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം രാജ്യത്ത് ഇന്ന് റെയിൽവേക്ക് ആവശ്യമായിട്ടുള്ള കോച്ചുകൾ നിർമ്മിക്കാനുള്ള ഫാക്ടറികൾ ഓൾറെഡി രാജ്യത്തുണ്ട്. നമ്മുടെ പാലക്കാട് കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ചതിന് ശേഷം പ്രഖ്യാപിച്ച 2 കോച്ച് ഫാക്ടറികൾ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. റായ്ബറയിലും അതുപോലെ തന്നെ ബീഹാറിലെ ചപ്രയിലും. ഈ പാലക്കാടിനെ പ്രഖ്യാപിച്ച കോച്ച് ഫാക്ടറി നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കിയത് 2 മുന്നണികളാണ്. 2 മുന്നണികളും പിന്തുണച്ച ഒന്നാം UPA സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് കോച്ച് ഫാക്ടറി പാലക്കാടിന് പ്രഖ്യാപിക്കുന്നത്. അതായത് സമയബന്ധിതമായിട്ട് അതിന്റെ സ്ഥലമെടുപ്പ് പൂർത്തിയാക്കി ഫാക്ടറി ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതിരുന്നത് 2 മുന്നണികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. 2014 ഒന്നാം മോദി സർക്കാർ വന്നതിന് ശേഷമാണ് റെയിൽവേക്ക് കോച്ച് ഫാക്ടറിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം തന്നെ കൈമാറുന്നത്. അതിനു മുമ്പ് റെയിൽവേക്ക് ആവശ്യമായിട്ടുള്ള കോച്ചുകൾ നിർമ്മിക്കാനുള്ള ഫാക്ടറികൾ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി കേരളത്തിലെ MP മാർ ശ്രമിക്കേണ്ടത്, പാലക്കാടിന്റെ MP ശ്രമിക്കേണ്ടത് ആ കോച്ച് ഫാക്ടറിക്കായിട്ട് ഏറ്റെടുത്ത സ്ഥലത്ത് പാലക്കാട്ടുകാർക്ക് യുവാക്കൾക്ക് ജോലി കിട്ടാനുള്ള പുതിയ സംരംഭങ്ങൾ, പുതിയ എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അല്ലാതെ നഷ്ടപ്പെട്ടു പോയ കോച്ച് ഫാക്ടറിയുടെ പേരിൽ ഇനിയും പറഞ്ഞ് പാലക്കാടുകാരെ പറ്റിക്കാനല്ല 2 മുന്നണികളും ശ്രമിക്കേണ്ടത്.